ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് ICT തന്നെ ഒരു മോസ്റ്റ് ഫേമസ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആയ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് എവിടെ നമുക്ക് എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ കൂടെ ഈസി ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലോട്ട് നമ്മൾ ഇന്ന് എടുത്തുള്ള GBP/JPY ആണ്. GBP/JPYയിലെ ഇപ്പൊ ഞാൻ എടുത്തുള്ള ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. ഈ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിന്റെ എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പൊ ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണോ വർക്ക് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാത്രമല്ല, നമുക്ക് ഹൈ ടൈം ഫ്രെയിംസിൽ ഇത് യൂസ് ചെയ്ത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലോ ടൈം ഫ്രെയിമിൽ അതിനനുസരിച്ച ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി മോഡൽ നമുക്ക് സൂപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഇനീഷ്യൽ ആയിട്ട് ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, അതായത് മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാർക്ക് വരുന്ന മിസ്റ്റേക്സും എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി സാധാരണ മോസ്റ്റ് ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്കും മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതായത് അതുകൊണ്ടായിരിക്കും ചിലവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി ഒന്നും കിട്ടാണ്ട് പോണത്. പക്ഷെ നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ മിസ്റ്റേക്ക് വരുന്നത്, ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിന്ന് 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ടൈം ഫ്രെയിമില് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇത് കഴിഞ്ഞ ഫ്രൈഡേത്തെ ചാർട്ടാണ്. അതായത് GBP/JPYന്റെ കഴിഞ്ഞ ഫ്രൈഡേത്തെ ചാർട്ടാണ് ഇവിടെ ഞാൻ ഇപ്പൊ കറന്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ഭാഗത്തിലാണ് നമ്മുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി മാർക്കറ്റിൽ വരുന്നുണ്ടോ വരുന്നില്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമല്ല, ഇത് മോസ്റ്റ് ഫേവറബിൾ ആണ്. അതായത് എല്ലാവർക്കും കൂടുതലായിട്ട് എളുപ്പം, അതായത് ഏതൊരു ബിഗിനറിനും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ബിഗിനറിനും മനസ്സിലാക്കാൻ പറ്റും, പ്രൊഫഷണൽസിന് കൂടുതലായിട്ട് മനസ്സിലാക്കി പെട്ടെന്ന് എക്സിക്യൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു എൻട്രി മോഡലാണ് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്ന് പറയുന്നത്, അതായത് OTA എൻട്രി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനീഷ്യലി ആദ്യം വേണ്ടത് ഒരു സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ ആണ് നമുക്ക് ആദ്യം വേണ്ടത്. മാർക്കറ്റ് ഈ ഒരു പുഷ് മാർക്കറ്റ്, അതായത് ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് ഈ ഒരു ഡൗണിലോട്ട് പുഷ് ചെയ്തിട്ട് ഈ ഒരു ഇവിടെ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, മാർക്കറ്റ് മേലോട്ട് കയറിപ്പോയി. ഓക്കെ, വെയിറ്റ്, ഒരു ഡ്രോയിങ്സ് എടുക്കാം. ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് പോയിന്റിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് എന്താ കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, എന്തായാലും വീണ്ടും മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോയി ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഹ്യൂജ് ഡൗണിലേക്ക് ഒരു പുഷ് വന്നിട്ടുണ്ട്. അതായത് ഒരു സ്വിംഗ് ഹൈ ഒരു സ്വിംഗ് ലോ ആണ് നമുക്ക് ആദ്യം ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ നമ്മള് ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് എന്തിനാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ് മാത്രമായിരിക്കും നമുക്കൊരു ഹൈ പ്രോബിലിറ്റി എൻട്രീസ് നമുക്ക് കിട്ടുക. ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എൻട്രി ഒരുപാട് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫെയിൽ ആവില്ല, നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ട് എടുക്കുക. അതെല്ലാം കൂടി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു കൺഫർമേഷൻ നോർമലി വേറെ ആൾക്കാരെല്ലാവരും നോക്കാറില്ല, ഒരു ബ്ലൈൻഡ്ലി മാർക്കറ്റിൽ പോയിട്ട് ഒരു എൻട്രി എടുക്കലാണ് സാധാരണ വേറെ എല്ലാവരും പതിവ്. അപ്പൊ ആ ബ്ലൈൻഡ്ലി ആയിട്ട് എൻട്രി എടുക്കാണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എൻട്രി എടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞു, മേലത്തെ ഈ ഒരു ഹൈ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗണിലോട്ട് ഒരു പുഷ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡൗണിലോട്ട് പുഷ് തരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി വരയ്ക്കുക, ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി വരയ്ക്കുന്ന സമയത്ത് ആദ്യം ഇനീഷ്യൽ ഈ ഒരു കാര്യങ്ങള് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളുടെ ഫിബ് റിട്രേസ്മെന്റ് ടൂളിൽ പോയിട്ട് ഇത് മാത്രം ഒന്ന് ഓൺ ചെയ്തിടുക, ബാക്കി എല്ലാം ഡിസേബിൾ ചെയ്യാം. അതായത് ഫിബ് റിട്രേസ്മെന്റ് ടൂൾ എടുക്കുക, അതായത് ടൂൾസിൽ പോയിട്ട് ഫിബ് റിട്രേസ്മെന്റ് ടൂൾ എടുക്കുക, ആൻഡ് ദെൻ ഈ ഒരു മാർക്കിങ്സ് മാത്രം ഓൺ ചെയ്തിടുക. ഓക്കെ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താ വെച്ച് നിങ്ങൾ ചെയ്തിട്ട് ഈ ഒരു ലെവൽസ് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്തിടുക, ബാക്കി എല്ലാ ലെവൽസും ഡിസേബിൾ ചെയ്തിടുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നോർമലി വേറെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിട്ടെ, എല്ലാവരും ഒരു സ്വിംഗ് ഹൈ, അതായത് വിക്ക് ടു വിക്ക് ആയിരിക്കും നോർമലി എല്ലാവരും എടുക്കുക. അതായത് വിക്ക് ടു വിക്ക് ആയിരിക്കും നോർമലി എല്ലാവരും എടുക്കാനുള്ള ചാൻസ്. അതായത് ഒരു സ്വിംഗ് ഹൈന്റെ ഈ ഒരു വിക്ക് ടു
സ്വിംഗ് ലോന്റെ ഈ ഒരു വിക്ക്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി, അതായത് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എന്താ ഉള്ളത്, ആ ഒരു 0.72, അതായത് ഈ ഒരു ലെവൽ, അതായത് 0.7% ടു 0.62%, ഈ ഒരു ലെവലിന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിനെ ആ ഒരു ലെവലിൽ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അതാണ് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിന്റെ മെയിൻ കോൺസെപ്റ്റ്. പക്ഷെ ഇങ്ങനെയുള്ള മാർക്കിങ്സ് നമ്മൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഇത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ മാർക്കറ്റ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ മൂവ്സ് കൂടുതലായിട്ടുള്ള സമയത്തില് നമുക്ക് ഈ ഒരു വിക്ക് ടു വിക്ക് നമ്മൾ എപ്പോഴാണ് വരയ്ക്കുക? മാർക്കറ്റ് ആ ഒരു മെഷർമെന്റ് എടുക്കാൻ മാത്രമായിരിക്കും വിക്ക് ടു വിക്ക് വരയ്ക്കുക. അതായത് നമുക്ക് ഈ ഇതിന്റെ 50% ലെവൽ, അതായത് ഇതാണ് 50% ലെവൽ, ഈ ഒരു ഗ്രീൻ ലൈൻ ആണ് 50% ലെവൽ. ഈ ഒരു ഗ്രീൻ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ ഒരു 50% ലെവൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വിക്ക് ടു വിക്ക് വരയ്ക്കുക. അല്ലാത്ത സമയത്തിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്യുറേറ്റ് എക്സിക്യൂഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിക്ക് ടു വിക്ക് അല്ല വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാ വേണം വരയ്ക്കണമെങ്കിൽ മാർക്കറ്റ് ഒരു ഹയസ്റ്റ് ബോഡി ടു ലോവസ്റ്റ് ബോഡി, വൈസ് വെർസ, അതായത് ഹയസ്റ്റ് ബോഡി ടു ലോവസ്റ്റ് ബോഡിയാണ് നമ്മൾ ഡൗണിലോട്ടുള്ള എൻട്രി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വരയ്ക്കാം. നമുക്കിപ്പോൾ ഡൗണിലോട്ടുള്ള എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ബോഡി ടു ലോവസ്റ്റ് ബോഡി, അതായത് സ്വിംഗ് ഹൈന്റെ ബോഡി ടു സ്വിംഗ് ലോന്റെ ലോവസ്റ്റ് ബോഡി, ഇങ്ങനെയായിരിക്കണം നമ്മൾ ഫിബ് റിട്രേസ്മെന്റ് ടൂൾ നമ്മൾ വരയ്ക്കുക. ഇങ്ങനെയുള്ള പോയിന്റ് വരച്ചിട്ട് അപ്പൊ കിട്ടുന്ന ഒരു സോണില്ലേ, അതായത് ആ ഒരു നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു കിട്ടുന്ന ആ ഒരു ഗോൾഡൻ സോൺ ഇല്ലേ, ഇതിന് നമ്മൾ ഗോൾഡൻ സോൺ എന്നാ വിളിക്കുക. അത് കാരണം ഇതിന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ്, അതായത് ഈ ഒരു 50% ലെവലിന്റെ മേലോട്ട്, അതായത് സാധാരണ ഇവിടെ 50% ലെവലിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടില്ല, 1 2 3 തവണ ടാപ്പ് ചെയ്തിട്ട്, 3 അല്ല 4 തവണ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു 50% ലെവലിൽ. പക്ഷേ 50% ലെവലിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഹ്യൂജ് ആയിട്ട് ഡൗണിലോട്ട് വന്ന് ഈ ഒരു ലിക്വിഡിറ്റീസ് എല്ലാം എടുത്തിട്ടുണ്ടോ? ഒരു ഹ്യൂജ് ആയിട്ട് മാർക്കറ്റ് ഡൗണിലോട്ട് ഒരു പുഷ് തന്നിട്ടില്ല. പുഷ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഹ്യൂജ് ആയിട്ടൊരു ഒരു ഹൈ വോളിയത്തിൽ ഒരു പുഷ് സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും പുഷ് സംഭവിച്ചില്ല പറഞ്ഞാൽ പുഷ് ഇവിടെ 50% ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ലിക്വിഡിറ്റി എന്നുള്ള സംഭവം മാർക്കറ്റ് എടുത്തില്ല, ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് മേലോട്ട് പോയി. ഓക്കെ, ആൻഡ് ദെൻ ആ ഒരു 50%-ന് എബോവ് മാർക്കറ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ 50%-ന് എബോവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 50%-ന് എബോവില് എന്താ ഉള്ളത്? എബോവ് എന്താ പറയാ? എബോവ് 50% നമ്മൾ എന്താ പറയാ? മാർക്കറ്റ് പ്രീമിയം ആണ്. അതായത് ഈ ഒരു ഫുൾ ഏരിയ മാർക്കറ്റിന്റെ പ്രീമിയം ആണ്. ഈ ഒരു ഫുൾ ഏരിയയാണ് നമ്മൾ പറയുന്നത് പ്രീമിയം എന്നാ പറയാ. ഓക്കെ, ഈ ഒരു ഫുൾ ഏരിയയാണ് നമ്മൾ പറയുന്നത് പ്രീമിയം. ഇതിന്റെ അടിയിലുള്ള ഈ ഏരിയനെ പറയുന്നത് ഡിസ്കൗണ്ട്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. നമ്മളൊരു സ്വിംഗ് വരച്ചു, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്വിംഗ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഈ ഒരു സ്വിംഗിന്ന് നമ്മളൊരു ഫിബ് റിട്രേസ്മെന്റ് ടൂൾ അല്ലെങ്കിൽ ഒരു 50% ലെവൽ കണ്ടുപിടിച്ചു. ഇതിന്റെ നമുക്കിപ്പോ സെൽ എൻട്രി ആണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 50%-ന് എബോവ്, അതായത് പ്രീമിയത്തിൽ പോയിട്ട് മാർക്കറ്റ് പ്രീമിയത്തിലോട്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മളൊരു സെൽ എൻട്രി നോക്കുക. നമ്മളൊരു ബൈ എൻട്രി ആണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിസ്കൗണ്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ബൈ എൻട്രി നോക്കും. അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോ ഇനീഷ്യലായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ അത് ആഡ് ചെയ്യാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിപ്പോ ഈ ഒരു ഗോൾഡൻ സോൺ കിട്ടി മാർക്കറ്റിന്റെ, അതായത് നമുക്ക് ആ ഒരു 0.72 0.62 ടു 0.7 ഈ ഒരു പെർസെന്റേജിൽ മാർക്കറ്റ് വന്നു. അതായത് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നു, ഈ ഗോൾഡൻ സോണിന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്നു. ഈ ഒരു ഗോൾഡൻ സോണിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ചാടി എൻട്രി എടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ഗോൾഡൻ സോണിന്റെ ഉള്ളിൽ വന്ന മാർക്കറ്റ് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റിയിൽ ഈ ഒരു ഈക്വൽ ലോയിൽ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? അതായത് നോർമലി വേറെ എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്കിപ്പോ ഇവിടെ ഇത്ര സ്റ്റോപ്പ് ലോസ് വെച്ചു, ഇത് ഏകദേശം 1:2 ആണ് നമുക്ക് ടാർഗറ്റ് വന്നിട്ടുള്ളൂ. ഈ ഒരു 1:2 നമുക്ക് വെയിറ്റ് ചെയ്തിട്ടിരിക്കാൻ പറ്റും. 1:2 കുഴപ്പമില്ലാത്ത റിവാർഡാണ്, പക്ഷെ നമുക്ക് ഇതിൽ ഒരുപാട് കൺഫർമേഷൻ ഇല്ലാണ്ട് ബ്ലൈൻഡ്ലി വിശ്വസിച്ചിട്ട് ഇവിടുന്ന് ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോർമലി ഇവിടെ ഒരു തവണ ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു തവണ ടാപ്പ് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ചെറുതായി ഡൗണിലോട്ട് പുഷ് ചെയ്തു. ആൻഡ് വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് പുഷ് അപ്പ് മേലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? മാർക്കറ്റ് തിരിച്ച് മേലോട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക?
നമുക്ക് അതിന് വേണ്ടത് കൺഫർമേഷൻ ആണ്. നമ്മൾ മാർക്കറ്റിൽ ഒരു ബ്ലൈൻഡ്ലി ഒരു എൻട്രി എടുക്കാണ്ട് നമുക്ക് കൺഫർമേഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഒരു എൻട്രി എടുക്കും. ആ ഒരു കൺഫർമേഷൻ ബേസിൽ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കുക? നമുക്കിപ്പോ ഈ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി, 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ നമ്മൾ വരച്ചു. ആ ഒരു സ്വിംഗ് ഹൈ മാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്വിംഗ് ഹൈയിലെ ഏറ്റവും ടോപ്പസ്റ്റ് ബോഡി ടു സ്വിംഗ് ലോയിലെ ലോവസ്റ്റ് ബോഡിയിൽ നമ്മൾ ആ ഒരു റിട്രേസ്മെന്റ് മാർക്ക് ചെയ്ത് വെച്ചു. ആ ഒരു ഗോൾഡൻ സോൺ നമ്മൾ മാർക്ക് ചെയ്തു. ആൻഡ് ദെൻ ആ ഗോൾഡൻ സോണിനുള്ളിലോട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം നമ്മൾ ആ 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താ വേണ്ടത്? 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ് മാർക്കറ്റിൽ കാണേണ്ടത്? ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു കൂടുതലായിട്ട് നമ്മളെ ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്? ബിയറിഷ് മാർക്കറ്റ് ഷിഫ്റ്റ്, അതായത് ബിയറിഷ് MSS ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു ഗോൾഡൻ സോണിൽ ടാപ്പ് ചെയ്തു. ഗോൾഡൻ സോണിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് കുറച്ച് മേലോട്ട് പോയി. നമ്മൾ പറഞ്ഞ പോലെ ഗോൾഡൻ സോണിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ ഒരു എൻട്രി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു സോണിലോട്ട് ടാപ്പ് ചെയ്ത ഒരു 0.62ന്റെ അബോവ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഗോൾഡൻ സോണിൽ ടാപ്പ് ചെയ്ത് നമ്മൾ ഒരു എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. നമ്മളത് ഒരു ബ്ലൈൻഡ്ലി ഒരു എൻട്രി എടുത്ത പോലെ ആവില്ലേ നമുക്ക്? കാരണം ഒരു കൺഫർമേഷനും ഇല്ല മാർക്കറ്റിൽ. കാരണം ഇത് എടുത്തു കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോകുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റ് മേലോട്ട് പോകുന്നത് ഒരു ഓവറോൾ ഫുള്ളി ബുള്ളിഷ് ആവുമെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? മാർക്കറ്റിൽ ഒരു കൺഫർമേഷൻ വേണം. ആ ഒരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ജസ്റ്റ് നോക്കിയേ, മാർക്കറ്റിൽ ആ ഒരു ബിയറിഷ് MSS മാർക്കറ്റ് തന്നിട്ടുണ്ടോ? മാർക്കറ്റിൽ ആ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ മാർക്കറ്റ്, ഈ ഒരു ലോ എടുക്കാം, ഈ ഒരു ലോ എടുക്കാം. ഈ ഒരു ലോ നമുക്ക് ജസ്റ്റ് എടുക്കും, കാരണം എന്താ ഇനീഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയല്ലോ. അപ്പൊ ചിലവർക്ക് ഇത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ലോ എടുത്തെന്ന് പറയാനുള്ള കാരണം. കാരണം ഈ ഒരു ലോ നമ്മൾ എടുക്കാനുള്ള റീസൺ, ഇത് സ്വിംഗ് ലോ ആണെന്ന് കൺസിഡർ ചെയ്യുന്നത് എന്താ? മാർക്കറ്റ് ഈ ഒരു ലോനെയും വെച്ച് ഹൈയിലെ ഈ ഒരു ലോയും ഈ ഒരു ലോയും, അതായത് ഈ സെൻട്രലിലുള്ള ക്യാൻഡലിന്റെ റൈറ്റിലും ലെഫ്റ്റിലുള്ള ക്യാൻഡിൽസിന്റെ ലോ സെൻട്രലിലുള്ള ക്യാൻഡിൽസിന്റെ ലോനെയും വെച്ച് ഹൈയിലായിരിക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്വിംഗ് ലോ എന്ന് പറയുക. വൈസ് വേഴ്സ അതിനെയാണ് നമ്മൾ സ്വിംഗ് ഹൈ എന്നും പറയുക. നമുക്കൊരു സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഡിസ്പ്ലേസ്മെന്റോട് കൂടി മാർക്കറ്റ് പുഷ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യാം? ഇവിടെ നമുക്ക് വേറെ എന്താ കാണാൻ പറ്റുന്നത്? ജസ്റ്റ് ഇത് നിങ്ങൾ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ആയി വരികയാണെന്ന് അർത്ഥം. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇവിടെ എവിടെയായിരിക്കും നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുക? ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. ഇതിനെന്താ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്? കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ്. ഈ ഒരു ലെവലിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? കൺസിക്യൂട്ടീവ്, അതായത് കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ്. അതാണ് ബിയറിഷ് ഷോർട്ടർ ബ്ലോക്ക്. ഓക്കെ, എന്റെ മാർക്കറ്റ് നോക്കിയേ, അക്യുറേറ്റ്ലി ആ ഒരു ബിയറിഷ് ഷോർട്ടർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത ഉടനെ മാർക്കറ്റ് ഒരു നമ്മുടെ എതിരെ ഓപ്പോസിറ്റ് ഒരു മൂവ് ഇല്ല. ഒരു മൂവ് ഇല്ലാണ്ട് മാർക്കറ്റ് ഹ്യൂജ് ആയിട്ട് ഡൗണിലോട്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടെ എൻട്രി എടുക്കും? നമ്മുടെ എൻട്രി ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി അപ്പൊ പ്ലേസ് ചെയ്യില്ലേ? ഓക്കെ, വെയിറ്റ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? അഫ്കോഴ്സ് നമ്മൾ ഈ ഒരു സ്വിംഗ് ഹൈന്റെ മേലോട്ടായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവയ്ക്കുക. നമുക്ക് ഈ ഒരു സ്വിംഗ് ഹൈയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവയ്ക്കാം, അതിന്റെ അടിയിലോട്ടുള്ള സ്വിംഗ് ഹൈയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവയ്ക്കാം. ഇവിടെ 2 സ്വിംഗ് ഹൈ ഉണ്ട്, അതായത് ഈ ഒരു സ്വിംഗ് ഹൈയിലും വെക്കാം, ഈ ഒരു സ്വിംഗ് ഹൈയിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവയ്ക്കാം. പക്ഷെ നമ്മൾ ഇത്തിരി സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിംഗ് ഹൈയിലായിരിക്കും നമുക്ക് ഇതിനും കൂടി സേഫസ്റ്റ് ആയിട്ട് ഇരിക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? അതാണ് നമുക്ക് ഇപ്പോൾ കൂടുതൽ മോസ്റ്റ്ലി വേറെ ആൾക്കാർക്ക് അറിയാത്തത്, ടാർഗറ്റ് എവിടെ കൊണ്ട് വെക്കണം എന്നറിയില്ല. അപ്പോൾ മോസ്റ്റ് നമുക്ക്, അതായത് ലിക്വിഡിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗ്ലോന്റെ അടിയിൽ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, എല്ലാവിടെയും ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹൈ പ്രോബിലിറ്റി ലിക്വിഡിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ഈക്വൽ ലോസ് ഉണ്ട്, അതായത് നമുക്കിവിടെ ഈക്വൽ ലോസ് കാണാൻ പറ്റുന്നുണ്ട്. ഈക്വൽ ലോസിന്റെ അടിയിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈക്വൽ ലോസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈക്വൽ ലോസിന്റെ അടിയിൽ ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലേ നിങ്ങൾ ജസ്റ്റ് പറയായിരിക്കും. പക്ഷെ ഈ ഒരു ലോന്റെ അടിയിലാണ്, ഈ ഒരു ലോന്റെ തൊട്ട് മേലെയാണ് ഈ ഒരു ലോയും എല്ലാ ലോസ് ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ഇത് ഒന്നില്ലെങ്കിൽ സിംഗിൾ ലോ ഈക്വൽ ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ 1 ലോ, 2, 3, 4, 5, 6, 7 ലോസ് അടുപ്പിച്ച് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ലോന്റെ അടിയിലോട്ട് മാർക്കറ്റ് പോയിട്ടുമില്ല.
ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോയും കൺസിഡർ ചെയ്യാം. അത് നമുക്ക് രണ്ടും ഏകദേശം സെയിം ആണ്. കാരണം ഇതിന്റെ അടിയിലെല്ലാം മാർക്കറ്റ് ലിക്വിഡിറ്റി, ഇതിന്റെ അടിയിലെല്ലാം ലിക്വിഡിറ്റി അല്ലേ, ഇതിന്റെ അടിയിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഈ ഒരു ലോയും മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ലോ ഞാൻ ടാർഗറ്റ് പോയിന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മള് ടാർഗറ്റ് വെച്ചു. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ റിസ്ക് റിവാർഡ് വന്നിട്ടുണ്ടാവുക? ഓക്കെ, നമുക്ക് ആ ഒരു മുമ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈലോട്ട് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെക്കണം. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ട് വെക്കണം. നമ്മൾ ബ്ലൈൻഡ്ലി ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെക്കണം. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ്, അപ്പൊ ഇത്ര സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു പകുതിന്റെ അടുത്ത് പോയിന്റ് നമ്മൾ സേവ് ചെയ്തു, പകുതിന്റെ അടുത്ത് മണി സേവ് ചെയ്തു നമ്മള്. കാരണം എന്താ, മാർക്കറ്റ് ഈ ഒരു ഹൈന്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓഫ്കോഴ്സ് ഈ ഒരു ഹൈയും ടേക്ക് ഔട്ട് ചെയ്യും. ആ ഒരു കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. അതിനാണ് ഞാൻ പറഞ്ഞത് കൺഫർമേഷൻ മാർക്കറ്റിൽ വേണം. നമ്മളൊരു ബ്ലൈൻഡ്ലി ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബ്ലൈൻഡ്ലി നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താലാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരിക. ഓക്കെ, എന്തായാലും നമ്മള് ടാർഗറ്റ്, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 1:3 അടുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ 1:2 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1:3 ആണ് നമുക്ക് ഇവിടെ ടാർഗറ്റ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് എൻട്രി ചെയ്തൂടെ? അതായത് ഇത് നമുക്ക് സെയിം എല്ലാ ദിവസവും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോ ഞാൻ ഇന്ന് ആ ഒരു ഈ ഒരു ഫ്രൈഡേന്റെ എക്സാമ്പിൾ കാണിച്ചു തന്നു. ഞാൻ ഇതിപ്പോ ജസ്റ്റ് ആ ഒരു തേഴ്സ്ഡേയിൽ വേണമെങ്കിലും എനിക്ക് കാണിച്ചു തരാൻ പറ്റും ഇങ്ങനത്തെ സെയിം എൻട്രി. ഓക്കെ, ആ ഒരു തേഴ്സ്ഡേയിൽ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കണം. ഓക്കെ, വെയിറ്റ്, ഇത് ഫ്രൈഡേന്റെ ഒരു എൻട്രി വേണം. നമ്മൾ ജസ്റ്റ് ആ 5 മിനിറ്റ് എടുത്തതിന് നമുക്ക് ഇത് മോസ്റ്റ്ലി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ ഒരു 5 മിനിറ്റ് എടുത്തതിന് നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് നമ്മുടെ എൻട്രിയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഒരു ചെറിയ ഓപ്പോസിറ്റ് മൂവ് കൂടിയില്ല, ഓപ്പോസിറ്റ് ഒരു മൂവ് ഇല്ലാണ്ടാണ് നമ്മുടെ ഹ്യൂജ് ആയിട്ട് ഡൗണിലോട്ട് വന്ന് നമ്മുടെ ടാർഗറ്റ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ ഫൈൻഡ് ചെയ്തുകൂടെ? അതായത് നോർമലി വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻട്രീസിനെ വെച്ചിട്ട് ഈ ഒരു എൻട്രി മോഡൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്തുകൂടെ? എല്ലാ എൻട്രിയും കോംപ്ലിക്കേറ്റഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് നമുക്ക് ആ ഹൈ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ എല്ലാം അറിയണം. പക്ഷെ നമുക്ക് ഇങ്ങനെയെല്ലാം മാർക്കറ്റിൽ എടുത്തുകൂടെ? ഹൈ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ അറിയാൻ നമുക്ക് കൂടുതൽ പ്രോബിലിറ്റിയാണ് നമ്മുടെ ടാർഗറ്റ്സ് അടിക്കാൻ. പക്ഷെ നമുക്ക് അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ഒപ്റ്റിമൽ എൻട്രിയും കൂടി നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അതിലും കൂടുതലായിട്ട് നമുക്ക് ടാർഗറ്റ് അടിക്കാൻ സഹായിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഒരു തേഴ്സ്ഡേത്തെ കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ആദ്യം എന്താ നോക്കണ്ടേ? മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇവിടെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ? യെസ്, മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒപ്റ്റിമൽ ട്രേഡ് എങ്ങനെ വരയ്ക്കാം? ഒപ്റ്റിമൽ ട്രേഡ് നമ്മൾ വരയ്ക്കേണ്ടത് ഒരു സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ. ഇവിടെ നമുക്ക് സ്വിംഗ് ഹൈ നമുക്ക് എവിടെയുള്ളത്? സ്വിംഗ് ഹൈന്റെ ബോഡി ടു, അതായത് ഹൈസ്റ്റ് ബോഡി ടു സ്വിംഗ് ലോന്റെ ലോവസ്റ്റ് ബോഡി, അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇവിടെ നമുക്ക് സ്വിംഗ് ഹൈ കിട്ടിയില്ലേ? സ്വിംഗ് ഹൈ കിട്ടി. ഇവിടെ നമുക്ക് സ്വിംഗ് ലോ എവിടെയുള്ളത്? സ്വിംഗ് ലോ ഉള്ളത് ഈ ഒരു ലെവലിൽ നമ്മുടെ സ്വിംഗ് ലോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ബേസിക് ആയിട്ട് നമുക്ക് എന്താ പറഞ്ഞിരുന്നത്? അതായത് ഒപ്റ്റിമൽ ട്രേഡ് മാർക്കറ്റിൽ നമുക്ക് ബേസിക് ആയിട്ട് എന്താ പറഞ്ഞിരുന്നത്? മാർക്കറ്റ് എവിടം വരെ ആയിരിക്കും റിട്രേസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ? ഇപ്പൊ നോർമലി മാർക്കറ്റ് നമുക്കിപ്പോ മാർക്കറ്റ് ഈ ഒരു ഡൗണിലോട്ട് ഒരു പുഷ് വന്നു, ഡൗണിലോട്ട് ഒരു പുഷ് വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ ഇവിടെ നമുക്ക് നോർമലി എന്താ സംഭവിച്ചില്ല? മാർക്കറ്റ് ഡൗണിലോട്ട് കുറച്ച് പുഷ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ച് കയറി പോവല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി യൂസ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് പെർഫെക്റ്റ്ലി എവിടം വരെ ആയിരിക്കും വരിക എന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു ലെവലിലോട്ടാണ് മാർക്കറ്റ് വരിക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്വിംഗ് ഹൈ ടു ലോ ഹൈയസ്റ്റ് ബോഡി ടു, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വിക്കുന്നല്ല വരച്ചിട്ടുള്ളത്. അതായത് ഞാൻ ഇവിടെ നിന്നല്ല വരച്ചിട്ടുള്ളത്. ഈ ഒരു വിക്ക് ടു
ഈ ഒരു വിക്കല്ല ഞാൻ വരച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയ ടാപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ ഞാൻ ഒരുപാട് കുറച്ചും കൂടി മേലോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ടാപ്പും കൂടി ചെയ്തിട്ടുണ്ടാവില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടാപ്പും കൂടി മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കണ്ടോ, ഇത് ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് ടാപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ വിക്ക് ടു വിക്ക് ഞാൻ ഇപ്പൊ എന്തിനാണ് കഴിഞ്ഞ തവണ വിക്ക് ടു വിക്ക് വരയ്ക്കണ്ടെന്ന് പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡിൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹയസ്റ്റ് ബോഡി ടു ലോവസ്റ്റ് ബോഡി വേണം വരയ്ക്കണമെങ്കിൽ. ഇവിടെ നമുക്ക് ഹയസ്റ്റ് ബോഡി നമ്മൾ മാർക്ക് ചെയ്തു. എന്റെ മാർക്കറ്റ് ഈ ഒരു ലോവസ്റ്റ് ബോഡി നമ്മൾ മാർക്ക് ചെയ്തു. ഹയസ്റ്റ് ബോഡി ടു ലോവസ്റ്റ് ബോഡി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗോൾഡൻ സോൺ കിട്ടിയില്ലേ? ആ ഒരു ഗോൾഡൻ സോൺ നമുക്ക് എവിടെ കിട്ടിയത്? ഈ ഒരു 0.72 ആ ഒരു 0.62 ഈ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു ഗോൾഡ് സോൺ കിട്ടിയത്. ഓക്കെ, നമുക്ക് ഗോൾഡ് സോൺ കിട്ടി. നമ്മൾ എങ്ങനെ എൻട്രി പ്ലേസ് ചെയ്യും? ബ്ലൈൻഡ്ലി ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞതിൽ എടുത്ത പോലെ നമ്മൾ ബ്ലൈൻഡ്ലി ആണോ എൻട്രി പ്ലേസ് ചെയ്യുക? അല്ല. അഗൈൻ നമ്മൾ ആ ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൽ എന്താ വേണ്ടത്? ഒരു MSS നമുക്ക് വേണം മാർക്കറ്റിൽ. ഇവിടെ നമുക്ക് ആ ഒരു MSS മാർക്കറ്റിൽ തന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയേ. മാർക്കറ്റ് അവിടെ വന്നു. മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് ചെയ്തു. ഡൗണിലോട്ട് പുഷ് ചെയ്യുക മീൻസ് മാർക്കറ്റ് നല്ലോണം ഡൗണിലോട്ട് പുഷ് ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടി എൻട്രി എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതില്ല. അതായത് ഇവിടെ എവിടെ സ്വിംഗ്ലോ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാനിക് ആവാൻ പറ്റില്ല. എത്ര അടിയിലല്ലേ സ്വിംഗ്ലോ? അപ്പൊ നമ്മൾ ഒരുപാട് പാനിക് ആയിട്ട് ഒരു മാർക്കറ്റിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? നമ്മൾ വെയിറ്റ് ചെയ്തു. അതായത് ഒരു പെർഫെക്റ്റ്ലി മാർക്കറ്റ് ചെയ്ത് സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പോ നമുക്ക് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ലേ? ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ബിയറിഷ് MSS മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തില്ലേ? ബിയറിഷ് MSS മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്? ആ ഒരു അതായത് എന്തെങ്കിലും നമുക്ക് ഒരു എൻട്രി മോഡൽ, അതായത് ഒരു എൻട്രി പോയിന്റ് നമുക്ക് കിട്ടണം. അതായത് കൺഫർമേഷൻ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഇവിടെ നമുക്ക് ഒരു FVGസും കാണാൻ പറ്റില്ല. FVG ഇല്ല മീൻസ് നമുക്ക് ഒരു എൻട്രി മിസ്സായി എന്നല്ല അർത്ഥം. നമുക്ക് വേറെ ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മാർക്കറ്റിൽ നോക്കണം. അതായത് വേറെ ഒന്നുമില്ല ഇവിടെ. ഒരു ഓർഡർ ബ്ലോക്കും കൂടി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ല, ഒരു FVG ഇല്ല, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എൻട്രി മിസ്സായി എന്നല്ല അർത്ഥം. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിയർ ആയിട്ട് നോക്കുന്ന സമയത്ത് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ നമുക്കൊരു ഇൻവേഴ്സ് FVG കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ? അതായത് ഇൻവേഴ്സ് FVG നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? എന്റെ മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് ഇൻവേഴ്സ് FVG വന്ന് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മൾ ഇതില് ഉള്ളിലോട്ട് പോകാനോ ഉള്ളിലോട്ട് പോയി മാർക്കറ്റ് ഈ FVG ഫില്ല് ചെയ്യാനോ ഒന്നിനും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു FVGയിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? ഞാൻ പറഞ്ഞു സ്വിംഗ് ഹൈയിൽ കൊണ്ടുവച്ചു. അതായത് ഈ ഒരു 50% ലെവലിൽ ടാപ്പ് ചെയ്തതിന്റെ ആ ഒരു സ്വിംഗ് ഹൈയിൽ മാർക്കറ്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? ഓക്കെ, ഇതിനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇൻവേഴ്സ് FVG ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. കറക്റ്റ് ആയിട്ടുള്ള എൻട്രി ഇടുന്നത് ഈ ഒരു ക്യാൻഡിൽ വരും. ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ എൻട്രി വന്നു. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈലായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരും. ഈ ഒരു ഹൈലൈറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരും. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ലോയിൽ എടുക്കാം ടാർഗറ്റ്. അതായത് മാർക്കറ്റ് ഒക്കെ ഈ ഒരു ലോ വരെയല്ലേ മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലോ നമുക്ക് ഒരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിംസിൽ ടാർഗറ്റ്സ് എടുക്കാം. ഹയർ ടൈം ഫ്രെയിംസിൽ ടാർഗറ്റ് എടുത്താൽ നമുക്ക് കുഴപ്പമില്ല, അത് ഹൈ പ്രോബിലിറ്റി ആയിരിക്കും. നമുക്ക് പക്ഷെ ലിക്വിഡിറ്റി ആണ് വേണ്ടത്. നമുക്ക് ആ ലിക്വിഡിറ്റി ജസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇത് ടാർഗറ്റ് എടുത്തു, എന്താ നമ്മുടെ റിസ്ക് റിവാർഡ് അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇവിടെ നമുക്ക് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലോയിലോട്ട് കൊണ്ടുവച്ചു. നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 1:2.5 ഓൾമോസ്റ്റ് നമുക്കൊരു 1:3 അടുത്തൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. 1:2.5 നമുക്കൊരു
ഇതായിട്ടുള്ള ഒരു ഓക്കെ 1:2 കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1:6 1:2.6 ആ ഒരു ലെവലിൽ നമ്മുടെ റിസ്ക് റിവാർഡ് വരും. അതെന്ന് പറയുന്നത് നല്ലൊരു ടാർഗറ്റ് പോയിന്റ്, അതായത് നല്ലൊരു റിസ്ക് റിവാർഡ് ആണ്. നമുക്ക് 1:2 കുറവ് വന്നാലായിരിക്കും നമുക്ക് ആ ഒരു റിസ്ക് റിവാർഡ് ഇത്തിരി സ്റ്റേബിൾ അല്ലാത്ത പോലെ ഉണ്ടാവുക. നമുക്കത് 1:2.6 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടി. കഴിഞ്ഞ ട്രേഡിൽ 1:3 അടുത്ത് പോലെ അടുത്ത് നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഒരു സെർട്ടൻ ലെവൽ ഓഫ് ടൈം കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ആ റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒപ്റ്റിമൽ ട്രേഡിന്റെ ഇന്നത്തെ വീഡിയോ കൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതായത് നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ ഒരു പറഞ്ഞു തരുന്ന കാര്യമല്ലാണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു മാർക്കറ്റിലോട്ട് പോവുക, ലൈവ് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു മാർക്കിങ്സ് നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്തിടുക. ആൻഡ് ദെൻ നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ജസ്റ്റ് ബാക്ക് ടെസ്റ്റിൽ എല്ലാവർക്കും ഈ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു ലൈവിലോട്ട് വരുന്ന സമയത്താണ് എല്ലാവർക്കും കൂടുതലായിട്ട് ഡിഫിക്കൽട്ടീസ് വരിക. നമുക്ക് കൂടുതലായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതലായിട്ട് ലൈവില് ഈ ഒരു കാര്യം ഫെമിലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞ മനസ്സിലായി വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു കമന്റിൽ ചോദിക്കാം. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബൈ.